ഹായ് ഫ്രണ്ട്സ്, നമുക്ക് 6th സ്റ്റാൻഡേർഡിലെ 6th ചാപ്റ്റർ പഠിക്കാം. ഷഷ്ടഃ പാഠഃ. 6th ചാപ്റ്റർ സമുദ്രതടഃ, ബീച്ച്. സമുദ്രതടഃ എന്ന് പറഞ്ഞാൽ ബീച്ച്. ഏഷഃ സമുദ്രതടഃ, ഇതൊരു ബീച്ചാണ്. അത്ര ജനാഃ പര്യടനായ ആഗച്ഛന്തി, ഇവിടെ ആൾക്കാര് പര്യടനായ ടൂറിസത്തിനാണ് വരുന്നത്. കേചൻ തരംഗൈഹി ക്രീഡന്തി, ഇവിടെ ചില ആൾക്കാര് തരംഗൈഹി എന്ന് പറഞ്ഞാൽ വേവ്സ് ആയിട്ട് കളിക്കുന്നു. കേചൻ ച നൗകാഭിഹി ജലവിഹാരം കുർവന്തി, ചില ആൾക്കാർ വന്നിട്ട് നൗകാഭിഹി ബോട്ടിൽ കയറി ജലവിഹാരം വെള്ളത്തിൽ കളിച്ചോണ്ടിരിക്കുന്നു. തേഷു കേചൻ കന്തുകേന ക്രീഡന്തി, ചില ആൾക്കാര് ബോള് എറിഞ്ഞ് കളിക്കുന്നു. കന്തുകം എന്ന് പറഞ്ഞാൽ ബോൾ. ബാലകാഹ ച ബാലുകാഭിഹി ബാലുകാഗൃഹം രചയന്തി, ബാലുകാഗൃഹം എന്ന് പറഞ്ഞാൽ മണൽ വെച്ചിട്ടുള്ള വീട്. ബീച്ചില് ബാലികാഹ ഗേൾസും ബാലകാഹ ബോയ്സ് അവര് തമ്മില് വീടുണ്ടാക്കി കളിക്കുന്നു. മധ്യേ തരംഗാഹ ബാലുകാഗൃഹം പ്രവാഹയന്തി, മധ്യേ ഇടയ്ക്കിടയ്ക്ക് തരംഗാഹ ഈ വേവ്സ് വന്നിട്ട് ബാലുകാഗൃഹം അവരുണ്ടാക്കിയ വീട് പ്രവാഹയന്തി എടുത്തോണ്ടും പോകുന്നു. ഏഷ ക്രീഡ പ്രചലിത ഏവ, ഇതൊരു കളിയായിട്ട് പിള്ളേര് എടുക്കുന്നു. വീടുണ്ടാക്കുന്നു, വേവ്സ് വന്ന് എടുത്തോണ്ടും പോകുന്നു. അതൊരു ഇൻട്രസ്റ്റിംഗ് ഗെയിം ആയിട്ട് പിള്ളേർ എടുക്കുന്നു. സമുദ്രതടാഹ ന കേവലം പര്യടന സ്ഥാനാനി, സമുദ്രതടാഹ അതായത് ബീച്ച് ടൂറിസത്തിന് വേണ്ടി മാത്രമല്ല, കേവലം പര്യടന സ്ഥാനാനി ടൂറിസത്തിന് വേണ്ടി മാത്രമല്ല. അത്ര മത്സ്യജീവനഃ അഭി സ്വജീവികം ചാരയന്തി, ഇവിടെ മത്സ്യജീവനഃ ഫിഷർമാൻസും അവരുടെ സ്വജീവികം അവിടെ ബിസിനസ് ചെയ്യുന്നു, അതായത് മീൻ പിടിക്കുന്നു, മീൻ വിൽക്കുന്നു. അതും ഇവിടെ നടക്കുന്നുണ്ട് ടൂറിസത്തിനൊപ്പം. ടൂറിസത്തിന് മാത്രമല്ല ഫിഷർമാനും ഉപയോഗമുള്ളതാണ് ഈ ബീച്ച്. അസ്മാകം ദേശേ ബഹവഃ സമുദ്രതടാഹ സന്ധി, നമ്മുടെ രാജ്യത്ത് കുറെ ബീച്ചസ് ഉണ്ട്. ഏതേഷു മുംബൈ, ഗോവ, കൊച്ചി, കന്യാകുമാരി, വിശാഖപട്ടണം, പുരി തടാഹ അതീവ പ്രസിദ്ധാഹ സന്ധി, ഇവിടെ മുംബൈ, ഗോവ, കൊച്ചി, കന്യാകുമാരി നമ്മുടെ രാജ്യത്ത് ബീച്ചസ് ഏതൊക്കെയാ? മുംബൈയിലുണ്ട്, ഗോവയിലുണ്ട്, കൊച്ചി, കന്യാകുമാരി, വിശാഖപട്ടണം, പുരി തട, ഇതൊക്കെയാണ് ഫേമസ് ആയിട്ടുള്ള ബീച്ച്. ഗോവ തടഹ വിദേശി പര്യടനകേഭ്യഃ സമാധികം രോചതേ, ഗോവയിലുള്ള ബീച്ച് വിദേശി പര്യടകേഭ്യഃ വിദേശികൾക്ക് വേണ്ടിയിട്ടാണ്, അതായത് വിദേശികളാണ് അവിടെ കൂടുതലും വരുന്നത്. വിശാഖപട്ടണം തടഹ വൈദേശിക വ്യാപാരായ പ്രസിദ്ധാഹ, വിശാഖപട്ടണത്തിലുള്ള ബീച്ച് വൈദേശിക വ്യാപാരായ അതായത് ഫോറിൻ ട്രേഡിനാണ് പ്രശസ്തം. കൊച്ചി തടഹ നാരികേല ഫലേഭ്യഃ, കൊച്ചിയിലുള്ള ബീച്ച് നാരികേല ഫലേഭ്യഃ കോക്കനട്ട് ട്രീസ് നിറഞ്ഞ് ഫേമസ് ആണ്. മുംബൈ നഗരസ്യ ജൂഹു തടേ സർവേ ജനാഃ സ്വൈര്യം വിഹരന്തി, മുംബൈയിലുള്ള ജൂഹു എന്ന് പറഞ്ഞ ബീച്ചിലാണ് എല്ലാവരും എൻജോയ് ചെയ്യുന്നത് കൂടുതലും. ചെന്നൈ നഗരസ്യ മെറീന തടഹ ദേശസ്യ സാഗര തടേഷു ദീർഘതമഃ, ചെന്നൈയിലുള്ള മറീന എന്ന് പറഞ്ഞ ബീച്ചാണ് നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ അതായത് ദീർഘമുള്ള സാഗരം അതായത് ബീച്ച്. ഭാരതസ്യ ത്രിശ്രീഷു ദിശാസു സമുദ്രതടാഹ സന്ധി, ഭാരതത്തിന്റെ 3 ദിക്കിലും സമുദ്രതടാഹ ബീച്ചസ് ഉണ്ട്. അസ്മാദേവ കാരണാൽ ഭാരതദേശഃ പ്രായദ്വീപഃ ഇതി കഥ്യതേ, ഭാരതത്തിന്റെ 3 ദിക്കിലുമായിട്ട് ബീച്ചസ് ഉണ്ട്. അസ്മാത് ഏവ കാരണാൽ, ഈ ഒരു കാരണവശാലാണ് ഭാരതത്തിന് പ്രായദ്വീപഃ അതായത് പെനിൻസുല എന്ന് പറയുന്നത്. പൂർവദിശായാം ബാങ്കോപസാഗരഃ, ഈസ്റ്റില് ബംഗാൾ ഉൾക്കടൽ. ദക്ഷിണ ദിശായാം അതായത് സൗത്തില് ഹിന്ദു മഹാസാഗരഃ ഇന്ത്യൻ ഓഷ്യൻ. പശ്ചിമ ദിശായാം ച അറബ് സാഗരഃ അസ്തി, പശ്ചിമ ദിശ എന്ന് പറഞ്ഞാൽ വെസ്റ്റ്, അവിടെ അറബ് സാഗരഃ അതായത് അറേബ്യൻ സീ. ഈസ്റ്റില് ബംഗാൾ ഉൾക്കടല്, സൗത്തില് ഹിന്ദു മഹാസാഗരം അതായത് ഇന്ത്യൻ ഓഷ്യൻ. പശ്ചിമ ദിശ എന്ന് പറഞ്ഞാൽ വെസ്റ്റ്, അവിടെ അറബ് സാഗരഃ എന്ന് പറഞ്ഞാൽ അറേബ്യൻ സീ. ഏതേഷാം ത്രയാണാം അഭി സാഗരാണാം സംഗമഃ കന്യാകുമാരി തടേ ഭവതി, ഈ 3 ബീച്ചസും കൂടി ചേരുന്നത് എവിടെയാണ്? കന്യാകുമാരി തടേ, കന്യാകുമാരിയിലാണ് ഈ 3 ബീച്ചസും കൂടി ചേരുന്നത്. അത്ര പൂർണിമായാം ചന്ദ്രോദയഃ സൂര്യോസ്തം ച യുഗപദേവ ദൃഷ്ടം ശക്യതേ, അത്ര പൂർണിമായാം അതായത് ഫുൾ മൂൺ ഡേയുടെ സമയത്ത് കന്യാകുമാരി ബീച്ചില് ഫുൾ മൂൺ ഡേയുടെ സമയത്ത് ചന്ദ്രോദയ ചന്ദ്രൻ ഉദിക്കുന്നതും സൂര്യോസ്തം സൂര്യൻ അസ്തമിക്കുന്നതും അല്ലെങ്കിൽ സൂര്യൻ ഉദിക്കുന്നതും നമുക്ക് യുഗപദവേ ദൃഷ്ടം ശക്നോതി നമുക്ക് നല്ല രീതിയിൽ കാണാം. അതാണ് ഈ ബീച്ചിനെ പറ്റി ഈ ചാപ്റ്ററിൽ തന്നേക്കണേ. ഒരു ഷോർട്ട്
പാരഗ്രാഫ് പോലെ.